ജോയിൻറ്റ് അപ്പോൾ അലിയക്ക് ഇതിനെപ്പറ്റി മനസ്സിലായില്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ ജോയിൻറ്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫയൽ ചെയ്യട്ടെ എന്നാണ് ചോദിച്ചത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓക്കെ. അന്നേരവും മറ്റേ അഡ്വക്കേറ്റ്, അന്ന് എന്നെ ഇൻസൾട്ട് ചെയ്ത അഡ്വക്കേറ്റ്, അവൾ അന്ന് ചിരിച്ച അതേ ചിരി പിന്നെയും ചിരിച്ചു എന്നെ നോക്കി. അതെൻ്റെ ഈഗോ അങ്ങ് ഹർട്ടായി എന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് മറ്റേത് ഞാൻ പിന്നെ അങ്ങ് സഹിച്ചു, ഇതെനിക്ക് അങ്ങ് കയറി അങ്ങ് പൊളിഞ്ഞ്. എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറ്റത്തില്ല. അത് ഞാൻ കളിയാക്കലുകളും ഒക്കെ ഞാൻ വളരെ തൊലിക്കട്ടിയായിട്ട് നേരിടുന്ന ഒരാളാണ്. പക്ഷേ ഇതെനിക്കങ്ങ് സഹിച്ചില്ല. അപ്പം അതെനിക്ക് ഭയങ്കര അത് പിന്നെ ഞാനത് ആലോചിക്കും തോറും എനിക്കതൊരു ട്രോമയായിക്കൊണ്ടിരുന്നു. നേരം ഞാനിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാണ്, ഡിസ്ട്രിക്ട് കോർട്ടിലാണ് ചെയ്യുന്നത്, ഒരു വക്കീലിൻ്റെ അണ്ടറിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കോർട്ടിലൊക്കെ ഇങ്ങനെ പോകേണ്ടി വരും. സെയിം ആ കോർട്ടാണ് എൻ്റെ ഡിവോഴ്സ് നടന്നതും മീഡിയേഷൻ നടന്നതുമായിട്ടുള്ള കോർട്ടിൽ തന്നെയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു ദിവസം കോർട്ടിൽ പോയപ്പോൾ ഞാൻ കോർട്ടിൻ്റെ അകത്ത് ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് എന്നെ ആക്കി ചിരിച്ച ആ തള്ളയില്ലേ, അവരെ ഞാൻ കണ്ടു. നമ്മൾ കോർട്ടിൻ്റെ ടൈം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നില്ലേ, ആ ഇരിക്കുന്നതിൽ എൻ്റെ വക്കീൽ, ഞാൻ, വൈശു, അതിൻ്റെ തൊട്ടപ്പുറത്ത് അവരിയ്ക്കുന്നുണ്ടായിരുന്നു.